2,28,000 കോടിയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം കാണിക്കുന്നതാണ് ഏത് നിരക്ക് പരിശോധിച്ചാലും പുതിയ ലാബ് സജ്ജീകരിച്ചുകൊണ്ട് ആശുപത്രിയുടെ കാര്യം മെച്ചപ്പെടുത്തി. ബ്ലഡ് ബാങ്കിനെ സംബന്ധിച്ച് ഏറെക്കാലത്ത് ആവശ്യമായിരുന്നു. ആ ബ്ലഡ് ബാങ്ക് 2017 അംഗീകാരം ലഭിക്കുകയും ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം യാതൊരു ആശുപത്രിയിൽ ആരംഭിച്ചു. ഒരു സമരം പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നൽകിയ വാഗ്ദാനം നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യാൻ യുഡിഎഫിന് അവസരം. മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനത ന്യൂസിന്റെ പുതിയൊരു ലൈവിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകര മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ സമീപത്താണ്. നമ്മൾ കഴിഞ്ഞ 5 യാത്രകളിലൂടെ മലയാള ജനത ന്യൂസ് ഒരു യാത്ര നടത്തിയിരുന്നു. നവകേരള സദസ്സിനെ കുറിച്ചുള്ള ജനപക്ഷം തേടിയുള്ള യാത്ര. അതിൽ പ്രതിപക്ഷത്തിന്റെയും അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തിന്റെയും 2 രീതിയിലുള്ള അഭിപ്രായങ്ങൾ നമ്മൾ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഇവിടെ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നെയ്യാറ്റിൻകരയാണ് ഇന്ന് ഇപ്പോൾ എത്തുന്നത്. അതിന്റെ ലൈവിലേക്കാണ് ഇന്ന് പ്രേക്ഷകർ ക്ഷണിക്കുന്നത്. മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രിമാർ ഉടൻ തന്നെ ഇവിടെ എത്തും. ഇവിടെ ജനനിബിഡമാണ്, ജനസാഗരമാണ്. എന്റെ പുറകിൽ തന്നെ കാണാൻ സാധിക്കും. കാരണം ഇത് ശോഷിച്ച സദസ്സുകൾ മാത്രമാണ് ഈ ഒരു നവകേരള സദസ്സിലുണ്ട് എന്നുള്ള ആക്ഷേപത്തിന് അല്ലെങ്കിൽ ആ ഒരു ആരോപണത്തിന് മറുപടി എന്ന നിലയ്ക്കാണ് ഈ ഒരു ജനക്കൂട്ടം ഇപ്പോൾ പുറകിൽ കാണുന്നത്. മലയാള ന്യൂസിന്റെ ലൈവ് സംരക്ഷണം. എന്തായാലും ഒരു 2 ലൈവ് ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമുക്ക് ടെലികാസ്റ്റ് ഉണ്ട്. ഇപ്പോൾ എന്തായാലും ഇതിന്റെ സദസ്സിന് മുന്നോടിയായി സ്വാഗതം ഇവിടെ MLA കൂടിയായ ആൻസലൻ നിർവഹിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള ഒരുക്കങ്ങൾ എന്താണ് എന്നാണ് മലയാള ന്യൂസിന്റെ ലൈവ് വഴി ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി ഇവിടെ വരും, സംസാരം ഉണ്ടാകും. നമുക്ക് അതുകൂടി ലൈവ് നമുക്ക് കാണാവുന്നതാണ്. എന്തായാലും ഈ ഒരു ലൈവിലേക്ക് പ്രേക്ഷകരെ സ്വാഗതം ചെയ്യാണ്. എന്താണ് ഇവിടുത്തെ ഒരുക്കങ്ങൾ, എങ്ങനെയാണ് ഇവിടെ ഒരുക്കം നടത്തിയിരിക്കുന്നതെന്ന് പ്രേക്ഷകർ കാണാൻ വിട്ടിട്ടുണ്ട്. ഇവിടെ മുഴുവനും ജനനിബിഡമായ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഈ ലൈവ് ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇങ്ങനെ മുനിസിപ്പൽ സ്റ്റേഡിയം മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രിമാരെയും കൊണ്ടുവരാൻ വേണ്ടി ഏകദേശം ഒരുങ്ങി കഴിഞ്ഞ കാഴ്ചയാണ് കാണുന്നത്. സ്ത്രീകളും കുട്ടികളോടൊപ്പം നിരവധി പേരാണ് മുഖ്യമന്ത്രിയെ മറ്റും സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് പ്രേക്ഷകർ കാണും. വോളണ്ടിയേഴ്സ് തന്നെ ജാഗ്രതരായി തന്നെ ഇവിടെ സജ്ജീകരിച്ചുകൊണ്ട് പോകുന്ന ആംബുലൻസിന് പ്രത്യേക സൗകര്യം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കുന്നത്. മുനിസിപ്പൽ സ്റ്റേഡിയം ഇന്നലെ തന്നെ ഇവിടെ നവകേരള സദസ്സിന് വേണ്ടി ഒരുക്കി കഴിഞ്ഞു. ഇതിന്റെ കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി വാളണ്ടിയേഴ്സും പോലീസും എല്ലാവരും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പരാതിക്കാർക്ക് പ്രത്യേക സ്വീകരണം നൽകിയിട്ടുണ്ട്. അതൊക്കെ സ്വീകരിക്കാൻ വേണ്ടുന്നത് അവർക്ക് ഇവിടെ ആയിരിക്കും. മറ്റുള്ള നിയോജക മണ്ഡലത്തിൽ ഇന്നലെ വർക്കലയിലും മുഖ്യമന്ത്രി എത്തിയപ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും ജനമാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ MLA ആൻസലൻ അതിനെ സ്വാഗതം പറഞ്ഞു. വാളണ്ടിയേഴ്സ് അടക്കം എല്ലാവരും ഇതിൽ എത്തിയതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കൊണ്ട് തന്നെ മുനിസിപ്പൽ സ്റ്റേഡിയം ഒരുക്കി കഴിഞ്ഞു. വാളണ്ടിയേഴ്സും അതിനുവേണ്ട സജ്ജീകരണങ്ങൾ മറ്റുള്ള സന്നദ്ധ പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൻസലൻ MLA സ്വാഗതം പറഞ്ഞ ഇതിന് മുഖ്യമന്ത്രിയെ കാത്ത് ജനനിബിഡമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കൂടെ തന്നെ 2 സൈഡും നിറഞ്ഞ സദസ്സാണ് ഇപ്പോൾ. ഇതിനുവേണ്ടി പരാതി സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു അവസ്ഥയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ നഷ്ടത്തിലോടുന്നതെന്നുള്ള പേരിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ അടച്ചുകൊണ്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങളുമുണ്ട്. കേരളത്തിന്റെ തനതായ സംസ്കാരം പകർന്ന മതേതര പാരമ്പര്യത്തിലുള്ള നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ അടച്ചുകൊള്ളുക എന്നുള്ളത് കേരളത്തിന്റെ സംസ്കാരത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഈ അവസരത്തിലാണ് ഗവൺമെന്റ് ശക്തമായി ഈ മേഖലയിൽ ഇടപെടാൻ തീരുമാനിച്ചത്. സമഗ്ര വിദ്യാഭ്യാസ യജ്ഞം പരിപാടിയുടെ ഭാഗമായിക്കൊണ്ട് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളുടെ ശാക്തീകരണം നല്ല തോതിൽ നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞു. ആയിരക്കണക്കിന് ക്ലാസ് മുറികൾ ഹൈടെക് ആക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇന്ത്യയിൽ തന്നെ
ഏറ്റവും കൂടുതൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന വിദ്യാലയങ്ങളിൽ ഉള്ളത് ഇന്ന് കേരളത്തിലാണ്. കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനം ലോകം തന്നെ സാധിച്ചു. ഈ പ്രവർത്തനങ്ങളാണ് പിന്നീട് ലോക ആരോഗ്യ സംഘടനയുടെ പത്രക്കുറിപ്പിൽ പറഞ്ഞത് 25 രാജ്യങ്ങളാണ് കോവിഡിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ലോകത്തിൽ തന്നെ 25 രാജ്യങ്ങളെ പറഞ്ഞപ്പോ ആ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒരു സംസ്ഥാനത്തിന്റെ പേരുണ്ടായിരുന്നു. ആ സംസ്ഥാനത്തിന്റെ പേര് അവർ സൂചിപ്പിച്ചത് ദി സ്റ്റേറ്റ് ഓഫ് കേരള എന്നായിരുന്നു. ആരോഗ്യ രംഗത്ത് കേരളം കൈവരിച്ച ആ നേട്ടങ്ങളുടെ പേരിൽ ലോകം തന്നെ നമ്മുടെ ആശംസകൾ അറിയിക്കുന്ന ആ ഘട്ടം വന്നത് കേരളത്തിലെ ആരോഗ്യ രംഗത്തുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിക്കൊണ്ടാണ്. ഇത് വലിയൊരു മാറ്റമാണ്. ഈ ഒരു നേട്ടം LDF ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം നൽകുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. കാർഷിക രംഗത്തുള്ള വലിയ മാറ്റം 2016 2% മാത്രമായിരുന്ന കാർഷിക വളർച്ചാ നിരക്ക് അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ പരിശോധിച്ചാൽ ഈ ഗവൺമെന്റ് കാലഘട്ടത്തിൽ 4.64% വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നവകേരള യാത്ര മാത്രമല്ല, നവകേരള സദസ്സിന് മുന്നോടിയായി പ്രഭാത യോഗങ്ങൾ, എന്തൊക്കെയാ പ്രഭാത യോഗങ്ങളെ സംബന്ധിച്ച് പ്രചരിപ്പിച്ചത്? സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ് എല്ലാ പ്രഭാത യോഗങ്ങളിലും കാണാൻ കഴിയും. ഇന്ന് രാവിലെ കാട്ടാക്കടയിൽ നടന്ന പ്രഭാത യോഗത്തിലും നെയ്യാറ്റിൻകര മണ്ഡലത്തിന്റെ ഒരുപാട് വിഷയങ്ങൾ അവിടെ ചർച്ചാ വിഷയങ്ങൾ. സമൂഹത്തിന്റെ വിവിധ തുറകളിലെ സാധാരണ ജനങ്ങളുടെ ജീവിത അവസ്ഥയെ സംബന്ധിച്ച് ജീവിത അനുഭവത്തിൽ പറയുന്ന എത്രയോ വാക്കുകൾ. സാധാരണ കൃഷിക്കാർ മുതൽ കർഷക തൊഴിലാളി മുതൽ ആദിവാസി ഊരുകളിലെ ആദിവാസി ഊരുമായി ബന്ധപ്പെട്ട മുപ്പൻ അടക്കമുള്ള ആളുകൾ, നിരവധി കേന്ദ്രങ്ങൾ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള, ഇന്നലെ ചിറയൻകീഴിൽ നിന്ന് പങ്കെടുത്തത് ഒരു മത്സ്യത്തൊഴിലാളിയാണ്. തലേ ദിവസം മത്സ്യബന്ധനത്തിന് പോയി രാവിലെ തിരിച്ചെത്തിയ മത്സ്യത്തൊഴിലാളിയാണ് എന്ന് പറഞ്ഞാൽ ദിനം പ്രതി ആ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളി. അവരുടെ ജീവിത അനുഭവങ്ങളാണ് കൊണ്ടുവരുന്നത്. ഒരു ഗവൺമെന്റിന് ചെയ്യാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഗവൺമെന്റിൽ ജനങ്ങളുമായി ഒരുമിച്ച് നിന്ന് യാഥാർത്ഥ്യമാക്കിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ നാട്. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് നിലപാടാണോ? രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് അത് കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്ന കാലത്ത്, ഇന്ന് നാട് ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരാണെങ്കിലും രാജ്യത്തെ സമ്പന്ന ജനതയുടെ താല്പര്യം സംരക്ഷിക്കുന്ന നയങ്ങൾ സ്വീകരിക്കുന്ന ഗവൺമെന്റാണ് എന്ന് ഓരോ ദിവസവും നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉത്പാദന രംഗത്തെടുത്ത് നോക്കിയാൽ നാണ്യവിളകളാണെങ്കിലും കടലോര തീരപ്രദേശങ്ങൾ മത്സ്യബന്ധനവുമാണ്. ഇത് രണ്ടും രാജ്യത്തിന്റെ ഖജനാവിലേക്ക് വിദേശ നാണ്യം നേടിക്കൊടുക്കുന്നതാണ്. കോടാനുകോടി രൂപ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന മലയാളിക്ക് അവൻ കഴിക്കുന്ന അരിയാഹാരം നൽകണമെന്നുള്ള ആ ധാരണയാണ് 2013 വരെ ഈ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റുകൾ കേരളത്തിന് ഭക്ഷ്യധാന്യം ആവശ്യത്തിന് നൽകിക്കൊണ്ടിരുന്നത്. 2013 16 ലക്ഷം മെട്രിക് ടൺ അരിയാണ് നമുക്ക് പ്രതി വർഷം നൽകിയിരുന്നത്. എന്നാൽ 2013 കോൺഗ്രസിന്റെ ആ നിയമം പാസാക്കിയതോടുകൂടി കേരളത്തിൽ ഭക്ഷ്യധാന്യ വിതരണം 43% മാത്രമായി പരിമിതപ്പെടുത്തി. 57% പൂർണ്ണമായി ഒഴിവാക്കി. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഇപ്പോൾ നവകേരള സദസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാഴ്ചയാണ് ഇതിൽ ലൈവില് പ്രേക്ഷകർ കാണുന്നത്. ഷെയർ ചെയ്യാം.
നമുക്കറിയാം 5 വർഷക്കാലം 2011 നിറഞ്ഞ സദസ്സിലേക്ക് മുഖ്യമന്ത്രിയും മറ്റും വരികയാണ്. മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ബാലരാമപുരത്ത് വെച്ച് ഒരു ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായി എന്നും അറിഞ്ഞു. എന്നാലും എഴുന്നേറ്റ് നിന്ന് തന്നെ മന്ത്രിയെ സ്വീകരിക്കുകയാണ്. നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിസഭാംഗങ്ങളും ഈ രീതിയിലേക്ക് കടന്നുവരികയാണ്. കേരളം നേടിയെടുത്ത സത്ഫലങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ആ അടിത്തറയിൽ നിന്ന് കാലം ആവശ്യപ്പെടുന്ന രീതിയിൽ പുതിയ കേരളത്തെ വാർത്തെടുക്കാൻ നമ്മെ മുന്നിൽ നിന്ന് നയിക്കുന്ന, പ്രതിസന്ധി കാലത്ത് നമ്മെ തളരാതെ മുന്നോട്ട് നയിച്ച, ലോകമാകെ ഉറ്റുനോക്കുന്ന ജനകീയ ബദലിന്റെ കേന്ദ്രമായി കേരളത്തെ മാറ്റി തീർത്ത, നവകേരള നിർമ്മിതിയുടെ തുടരുന്ന നല്ല നാളുകളെ മുന്നിൽ നിന്ന് നയിക്കുന്ന കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മറ്റ് മന്ത്രിമാരും നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലം നവകേരള സദസ്സിലേക്ക് ജനകീയ മന്ത്രിസഭ ഇതാ എത്തിച്ചേരുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഇതുവരെ ആകാംക്ഷയോട് കാത്തിരുന്ന നമ്മുടെ കേരളത്തിന്റെ ആദരണീയമായിട്ടുള്ള നമ്മുടെ നാടിന്റെ അഭിമാനമായിട്ടുള്ള മുഖ്യമന്ത്രി സ്റ്റേജിലേക്ക് ചേർന്നിരിക്കുകയാണ്. ഞാനിനി ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു വന്ന ഒരു പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. ഈ നവകേരള സദസ്സ് അതിനെ തടസ്സപ്പെടുത്താനും കുറ്റപ്പെടുത്താനും ഒക്കെ ശ്രമിച്ചെങ്കിലും അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ ഈ നവകേരള സദസ്സിനെ ആവേശപൂർവ്വം സ്വീകരിക്കാൻ വേണ്ടി വരുന്നത്. അത് തങ്ങളുടെ സമരങ്ങൾക്കൊന്നും ജനങ്ങളെ തടുത്തു നിർത്താൻ കഴിയില്ല എന്ന് കൃത്യമായിട്ട് UDF മനസ്സിലാക്കി. അപ്പോഴാണ് തിരുവനന്തപുരം ജില്ലയിലേക്ക് ഈ സദസ്സ് വരികയാണ്. 13 ജില്ലകളിലെയും വിജയകരമായിട്ടുള്ള നവകേരള സദസ്സ് പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഈ തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാന ജില്ലയിലേക്ക് കടന്നു വന്നത്. നമുക്കറിയാം 2018 ഉണ്ടായ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ദുരന്തമായി. നമ്മുടെ കേരളത്തിലെ കോടാനുകോടി രൂപയുടെ ഏകദേശം കണക്കാക്കിയെങ്കിൽ 30,000 കോടി രൂപയുടെ നഷ്ടം വന്നു. 2019 വെള്ളപ്പൊക്കം ഉണ്ടായി. പിന്നീട് വന്നത് ദുരന്തമായി, ലോകത്തിന്റെ ദുരന്തമായി വന്നത് COVID-19 ആണ്. ആ COVID-19 വന്ന സമയത്ത് നേരിട്ടതിനെ സംബന്ധിച്ച് ഇവിടെ അബ്ദുൾ മിനിസ്റ്ററിനോട് സംസാരിക്കില്ല, ഞാനതിൽ കിടക്കില്ല. അങ്ങനെയുള്ള ദുരന്തങ്ങളെല്ലാം ഉണ്ടായി. ആ ദുരന്തങ്ങളിൽ നിന്നെല്ലാം തന്നെ നമ്മുടെ കേരളത്തിലെ മലയാളികളെ, അല്ലെങ്കിൽ മലയാളികൾ എന്ന് പറയാൻ പറ്റില്ല, കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യജാലങ്ങളുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിച്ചത്. ഇതെല്ലാം സംഘടിപ്പിക്കുമ്പോഴും നമ്മളോടുള്ള സമീപനം, ഈ ഗവൺമെന്റിനുള്ള സമീപനം, ഈ ജനങ്ങളോടുള്ള സമീപനം UDFന്റെയും BJPയുടെയും എന്തായിരുന്നു എന്ന് നാം കണ്ടതാണ്. സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നിലപാട് എന്തായിരുന്നു നമ്മൾ കണ്ടതാണ്. എങ്ങനെ കേരളത്തെ ശ്വാസം മുട്ടിക്കാൻ കഴിയുമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് തിരിച്ചറിഞ്ഞത്. വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ സംസ്ഥാനങ്ങൾ ചുരുക്കമാണ്. അതിലൊന്നാണ് കേരളം. നമ്മുടെ പ്രതിശീർഷ വരുമാനം 2016 1,48,000 രൂപയായി. ആ 1,48,000 രൂപയിൽ നിന്ന് ഇപ്പൊ നമ്മുടെ പ്രതിശീർഷ വരുമാനം 2,28,000 രൂപയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം കാണിക്കുന്നതാണ് ഏത് നിരക്ക് പരിശോധിച്ചാലും നാം സാമ്പത്തിക പ്രയാസം അനുഭവിക്കേണ്ടതല്ല. ഒരു വിഷമവും ഇവിടെ ഉണ്ടാകേണ്ടതില്ല. പിന്നെ എന്റെ സാമ്പത്തിക പ്രയാസത്തിന് കാരണം ഇതാണ് നാം ഗൗരവമായി കാണേണ്ടത്. അതാണ് ഗൗരവമായി കാണുന്നതെന്ന് പ്രതിപക്ഷത്തോടും സർക്കാർ പറയുന്നത്. എന്തുകൊണ്ടാണ് സാമ്പത്തിക പ്രയാസം? ഒരു നാടിന്റെ വരുമാനം സംസ്ഥാനം ഉണ്ടാക്കുന്നത് മാത്രമല്ല, അതിനോടൊപ്പം മറ്റു പലതും ചേരുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇപ്പോ 10 ലക്ഷത്തിൽ പരം കോടി രൂപയുടെ ആഭ്യന്തര ഉത്പാദനമായി മാറും. ഇതെല്ലാം LDF സർക്കാർ
കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലുണ്ടായ മികവുകളാണ്. ആ കൂട്ടത്തിൽ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ് പ്രതിശേഷ നിർമ്മാണത്തിനുണ്ടായ പഠനം. കൃത്യമായൊരു സന്ദേശം സർക്കാർ നൽകുകയാണ്. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ, ഞങ്ങളുടെ കൂടെയിരുന്നു. അതിന് നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മത്സരവാസികൾ കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുടങ്ങാതെ സംഭാവന ചെയ്യുന്ന ഒരു കൊച്ചുമിടുക്കൻ ഈ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് മുന്നിൽ മണി ചെയിൻ എന്ന ആശയം മുന്നോട്ട് വെച്ച വിദ്യാർത്ഥി എന്ന നിലയിൽ ഇന്ത്യ ഗവൺമെന്റ് സഹായത്തോടെ പ്രവർത്തിക്കുന്ന സഹാറ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ബെസ്റ്റ് ചൈൽഡ് ടാലന്റ് അംബേദ്കർ അവാർഡ് 2023 അർഹനായിരിക്കുന്ന ആദർശാണ്. ഈ പുരസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആദർശനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. Thank you. നെയ്യാറ്റിൻകര നവകേരള സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ശേഷം മുഖ്യമന്ത്രി മടങ്ങുന്ന കാഴ്ചയാണ് ലൈവ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെയ്യാറ്റിൻകര നവകേരള സദസ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തോടുകൂടി കാസർഗോഡ് നിന്ന് ആരംഭിച്ചത് ഇവിടെ അവസാനിച്ചു. 2-3 ലൈവായിട്ടാണ് ഇപ്പോൾ മലയാള ന്യൂസിന്റെ ലൈവ് പ്രേക്ഷകർക്ക് മുമ്പിൽ സംപ്രേഷണം ചെയ്തത്. ഇവിടെ ഒരുപാട് ആളുകൾ ഇപ്പോൾ പരാതി നൽകുവാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. 3 ലൈവായിട്ട് നമ്മുടെ ഈ ലൈവ് ഇവിടെ ടെലികാസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി എന്താണ് ഈ നവകേരള സദസ്സിന്റെ ലക്ഷ്യമെന്ന് ഇവിടെ വിശദീകരിച്ചു. പ്രതിപക്ഷത്തിന്റെ ആക്ഷേപമല്ല, മറിച്ച് നേരിൽ കണ്ടു തന്നെ അത് വിലയിരുത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. എന്നാൽ പരാതിക്ക് ഒരു അറുതി ഉണ്ടാകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കൂടിയവരും അഭിപ്രായപ്പെട്ടത്. എന്തായാലും നവകേരളം, പുതിയൊരു കേരളം, അഴിമതിയില്ലാതെ പരാതികൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയില്ലാത്ത ഒരു ഭരണം ഇനിയും ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഈ നവകേരള സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചത്. ഇതിന്റെ ലൈവാണ് പ്രേക്ഷകർ കണ്ടത്. ഈ ലൈവിന്റെ വൈൻഡപ്പ് ചെയ്യണം നിങ്ങളുടെ കമന്റ്സുകൾ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. പുതിയ ന്യൂസുമായി കാലം വിടാം. ബൈ. മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. വാർത്തകൾ, വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.